പ്രചാരണ രംഗത്ത് സജീവമാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം രാവിലെ ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയിട്ടൊപ്പം പ്രവർത്തകരുണ്ട്. നമസ്കാരം. രാവിലെ അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ചായ കുടിച്ചാണ് സ്റ്റാർട്ടിങ്? അല്ല, ചിലപ്പോ വീട്ടിൽ കുടിക്കും, ചിലപ്പോ ഇങ്ങനെ ഇവിടുത്തെ വലിയ ഫേമസ് ചായ സ്റ്റാളല്ലേ, ഇവിടുന്ന് പഴംപൊരിയും ചായയും. ഏതാ ഇഷ്ടപ്പെട്ട വിഭവമൊക്കെ ഏതാണ്? ഞാൻ പഴംപൊരിയാണ് എന്റെ ഫേവറേറ്റ്. അത് പഴംപൊരി. ഈ എണ്ണ പലഹാരങ്ങൾക്ക് സാധ്യതയുണ്ടോ? അല്ല, അത് ഒരു ഒക്കേഷനിലായിട്ട് എപ്പോഴും കഴിക്കാൻ പറ്റില്ല. ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു മധുരം എങ്ങനെയുണ്ട്? നല്ല അറ്റ്മോസ്ഫിയർ ആണ്. എനിക്ക് എല്ലാവരും കാണുമ്പോൾ ഒരു സെൻസ് ഓഫ് ഒരു റെസ്പോൺസിബിൾ വോട്ടേഴ്സിന് ഒരു മേഖല മാതിരി എല്ലാവരും ഒരു വലിയ അവെയർ വോട്ടേഴ്സാണ്. അങ്ങനെ ഡിസ്ട്രാക്റ്റ് ആയിട്ട് ആ ഒരു രാഷ്ട്രീയത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ തെറിയും അതിൻ്റെ അതാണ് എനിക്ക് റെസ്പോൺസ് കിട്ടുന്നത്. ഞാനിപ്പോൾ 7 അസംബ്ലി സെഗ്മെൻറ്റും നന്നായി കറങ്ങിയതാണ്. എല്ലാവർക്കും വേണം ഒരു മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയം, പുരോഗതി, വികസനം. ഒരു നല്ലൊരു ഇൻ്റലിജൻറ്റ് അവെയർ വോട്ടേഴ്സാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും വേണം ഒന്ന് മുമ്പോട്ട് പോകാൻ ഒരു ചേഞ്ച്, ഒരു മാറ്റം. അപ്പോൾ അതാണല്ലോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസും നരേന്ദ്രമോദി ചെയ്ത 10 കൊല്ലത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു രാഷ്ട്രീയം. അതിൽ നല്ലൊരു ട്രാക്ഷൻ കിട്ടുന്നുണ്ട്. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. എനിക്ക് അത് വളരെ സന്തോഷമാണ്. എനിക്ക് ഡയറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ഒരു 18 കൊല്ലമായിട്ട് പൊളിറ്റിക്കൽ പെർഫോമൻസ് നോക്കുമ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഡെവലപ്മെൻറ്റ്, പണി ചെയ്യുന്നത്, ജനസേവ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വോട്ടേഴ്സിൻ്റെ കൂടെ ഈ നമ്മുടെ കേരള നാടിൻ്റെ തലസ്ഥാനത്തിൻ്റെ ഒരു എൻലൈറ്റൻഡ് വോട്ടേഴ്സിൻ്റെ കൂടെ എല്ലാവരും ഒരു എൻലൈറ്റൻഡ് വോട്ടേഴ്സ് ആണ്. അവർക്ക് എൻ്റെ ഒരു നെറേറ്റീവിൽ ആ ട്രാക്ഷൻ കിട്ടുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. താങ്ക് യു. അപ്പൊ എന്തായാലും തുടക്കമായിട്ടേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ പ്രചാരണത്തിന്. അത് ഇനി ഇങ്ങനെ കൊടുമ്പിരിയിട്ട് പോകും. രാവിലെ ഒരു ചായയിൽ തുടങ്ങി നമുക്ക് ഇനിയും കാണാം എന്തൊക്കെയാണ് പ്രചാരണ പരിപാടികൾ എന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ദിനത്തിൽ.